ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ ദുരന്തഭൂമിയിലേക്കുള്ള മാർച്ചിൽ നേരിയ രീതിയിൽ സംഘർഷമുണ്ട്. വയനാട് ദുരന്തബാധിതരാണ് ആ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്തിനാണ് അവിടെ സംഘർഷത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയില്ല. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തീർത്തും ന്യായമായ ആവശ്യങ്ങളാണ്. ദീർഘകാലം അവർ പറയുന്ന ആവശ്യങ്ങൾ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ അവർ മറ്റൊരു വഴിയില്ലാതെ സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു കൂട്ടമാണത്. ഒരു കാലത്തും അവർ ഇറങ്ങാൻ അവസരം ഉണ്ടാക്കരുതായിരുന്നു ആരും പക്ഷേ ഉണ്ടായില്ല. പോലീസുമായി ഇപ്പോൾ തർക്കം അവിടെ ഉണ്ടാകുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, എന്താണ് സംഘർഷത്തിൻ്റെ എന്താണ് ഈ പറയുന്ന സംഘർഷം എന്ന് പറയേണ്ട ഈ വാക്പോരിൻ്റെ കാരണം എന്താണ്? ഉന്തും തള്ളും തുടങ്ങുന്നുണ്ടല്ലോ അവിടെ. ദുരന്ത ഭൂമിയിലേക്ക് മാർച്ച് നടത്തുകയാണ് ഈ പ്രദേശത്തുള്ള ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. വേലിപ്പാലത്തിന് സമീപം വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ദുരന്ത ഭൂമിയിലേക്ക് ആളുകളെ കടത്തിവിടാനാകില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണിപ്പോൾ ഇങ്ങനൊരു മാർച്ച് പോലീസ് തടയുന്ന നടപടിയിലേക്ക് എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും അതിനെ ചൊല്ലിയുള്ളൊരു വാക്കേറ്റം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ മാർച്ചിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നു. ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ മാർച്ചിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അങ്ങനെ ഒരു തർക്കം അവസ്ഥ എന്നുള്ള തരത്തിൽ തന്നെയാണ് കാണുന്നത്. ഇന്ന് ദുരന്ത ബാധിതരുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് അടക്കം പുറത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു പ്രതിഷേധ ചുവയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ആ ലിസ്റ്റ് പുറത്തു വന്നതിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടാണ് ഇവിടെ പങ്കുവെക്കുന്നത്. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം, സ്ത്രീകൾ അടക്കമുള്ളവരുടെ കൂട്ടം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇവരെല്ലാം തന്നെ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് നിലപാട് പങ്കുവെക്കാൻ വേണ്ടി ഉണ്ടാകും, ഇവരുടെ കാര്യങ്ങൾ ഇവർക്ക് പറയാനുണ്ടാകും. എന്തായാലും ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് പിന്നെ നമ്മളെ ജനശബ്ദത്തിൻ്റെ ഒരു ഇതിൽ നമ്മളെല്ലാവരും കൂടി വീട് പോയവർക്ക് നിർബന്ധമായിട്ട് വീട് വേണം, പിന്നെ ലോൺ എഴുതി തള്ളാൻ്റെ ഒരു ഇത് വേണം, അങ്ങനെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി ഇവിടുത്തെ ഈ നാട്ടുകാർ എല്ലാവരും കൂടി ഒത്തുചേർന്നതാണ്. അപ്പോൾ അത് നമുക്ക് നിർബന്ധമായിട്ട് 7 മാസം കഴിഞ്ഞിട്ട് ഇതിന് ഈ ഗവൺമെൻറ് നമുക്കൊരിത് തന്നിട്ടില്ല, നീതി തന്നിട്ടില്ല. അപ്പോൾ ആ നീതി നമുക്ക് നിർബന്ധമായിട്ട് കിട്ടണം. ഓക്കെ, അതാണ് അത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അതായത് എന്തുകൊണ്ടാണ് ദുരന്തഭൂമിയിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത്? ദുരന്തഭൂമിയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. ഈ പറയുന്ന പുറത്തുനിന്ന് സംസ്ഥാനത്ത് വരുന്നവരൊക്കെ അകത്തേക്ക് പോകുന്നുണ്ട്, പാസ്സൊന്നും ഇല്ലാതെ എന്നൊക്കെ അവിടുത്തുകാർ നമ്മളെ ഫോൺ വിളിക്കുമ്പോൾ അല്ലാത്തവരൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സ്ഥലം കാണാനൊക്കെയായി. എന്തുകൊണ്ടാണ് ആ ഭൂമിയുടെ അവകാശികളായ അവിടെ ദുരന്തത്തിന് നേർസാക്ഷ്യങ്ങളായ മനുഷ്യരെ അങ്ങോട്ടേ കടത്തിവിടില്ല എന്ന പോലീസിന്റെ തീരുമാനം? സുർജിത്ത്, ഈ ഹാഷ്മി, ഈ സമര പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ സമരം നിലനിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അകത്തേക്ക് കടക്കരുത് എന്നുള്ള നിർദ്ദേശം പോലീസ് നൽകിയിരിക്കുന്നത്. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലമാണ്, അതാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. എന്തായാലും പറയാനുള്ള ലോൺ എഴുതി തള്ളണം, അതുപോലെ 5 സെന്റ് എന്നുള്ളത് ഒരു 10 സെന്റിലേക്ക് ആക്കണം. ഇത് ഈ അടുത്ത മഴ വരുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരു വീടായി സ്വന്തം വീട്ടിൽ നിൽക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുക്കണം. 7 മാസമായില്ലേ. കാരണം ഇവിടെ ജീവിക്കാനുള്ള ഒരു മാർഗത്തിലേക്ക് ഇന്നില്ല, ആർക്കും തൊഴിലില്ല. ഇതൊക്കെ എല്ലാം സർക്കാർ നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ളത് പോലെയാണ് പറഞ്ഞത്. അപ്പം അതുപോലെ അല്ലാതെ ഞങ്ങൾക്കൊക്കെ ജീവിക്കാനുള്ളൊരു മാർഗം, ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കാനുള്ളൊരു മാർഗം, ഒരു തൊഴിൽ, ഇതെല്ലാം ആവശ്യമാണ്. 784 ആൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞൊരു പോസ്റ്റർ വന്നിരുന്നു. ആ പോസ്റ്റർ മാത്രമല്ലാതെ ഇല്ല, 784 കുടുംബത്തിന് അത് വന്നിട്ടില്ല. പിന്നെ ഒരാൾക്കാണ് അനാഥരായവർക്ക് തൊഴിൽ കൊടുത്തത്. അത് പോരാ, എത്ര അനാഥ കുട്ടികളുണ്ടോ അവർക്ക് എല്ലാവർക്കും തൊഴിൽ കൊടുക്കണം. കാരണം അത് ആവശ്യമാണ് ഞങ്ങളെ. പിന്നെ 5 സെന്റിൽ എങ്ങനെ വീട് വെച്ചിരിക്കുന്നത്? ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്ത് നല്ലോണം ജീവിച്ച ആൾക്കാർക്ക് 5 സെന്റ് എന്ന് പറയുന്നത് അതൊരു പ്രായോഗികമല്ല. അപ്പൊ ഇതെല്ലാം അംഗീകരിച്ച് സർക്കാർ വേണ്ടത്. വയനാട്ടിൽ ഒരു സംഘർഷാത്മക സാഹചര്യം നിലവിലുണ്ട്.
ഇന്നിപ്പോൾ ജനശബ്ദത്തിൻ്റെ നേതൃത്വത്തിൽ അങ്ങോട്ടേക്ക് സമരം പ്രഖ്യാപിക്കുകയാണ് അവർ. 7 മാസമാവുന്നു മഹാദുരന്തമുണ്ടായിട്ട്. അത് കേരളമെന്നല്ല, രാജ്യം തന്നെ ഏറ്റവും കണ്ട, രാജ്യമെന്നല്ല ഒരു പക്ഷേ ലോകം തന്നെ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ്. അത്രയുമധികം ആളുകൾ മരിച്ച, അത്രയുമധികം മഹാദുരന്തങ്ങളുണ്ടായി, അത്രയുമധികം അനാഥത്വങ്ങൾ കണ്ട, അത്രയുമധികം നഷ്ടങ്ങൾ, വീടുകളെ സകലതും ഒരു മേഖല ഒന്നാകെ ഇല്ലാതായി പോയ സ്ഥലമാണ്. മാസങ്ങൾ 7 മാസങ്ങളായിട്ടും ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരത്തിലേക്ക് പോയത്. പലയാവർത്തി മുന്നറിയിപ്പും പലയാവർത്തി മാധ്യമങ്ങൾ പ്രതികരണമൊക്കെ നടത്തിയ ശേഷമാണ് ഈ പ്രതികരണത്തിലേക്ക്, ഈ ഒരു സമരത്തിലേക്ക് അവർ ഇറങ്ങുന്നത്. ആ ദുരന്തഭൂമിയിലേക്ക് അവരെ കടത്തിവിടില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ നയം. അതെന്തുകൊണ്ടാണെന്ന് കൃത്യമായി തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോൾ അവരെ അവിടെ തടയുന്നത് കൊണ്ടാണ് ഇപ്പോൾ അവർ ഒരു വാക്ക് തർക്കത്തിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് അവരുടെ സ്ഥലമാണത്, അത് അങ്ങോട്ടേക്ക് പോകേണ്ടത് അവരുടെ അവകാശങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അവരെ കടത്തിവിടുന്നില്ല എന്നതാണ് ഇപ്പോൾ അവിടുത്തെ പ്രശ്നം. അവിടെ ചർച്ചകൾ നടക്കുന്നു. സുർജിത്ത്, അങ്ങോട്ടേക്ക് ഈ പ്രതിഷേധക്കാരെ കടത്തിവിടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഈ സമരം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് അവിടേക്ക് പോകാനുള്ള ഒരു വിലക്ക് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത്. അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ ഒരു പരിസരത്ത് വെച്ച് ഇങ്ങനെ ഒരു മാർച്ച് തടയുന്ന നടപടിയിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. അതായത് ഇതിന് തൊട്ട് അടുത്ത് ആയി തന്നെയാണ് ഇങ്ങനെ ഈ മാർച്ച് തടയുന്ന നടപടിയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ആളുകളെല്ലാം തന്നെ ഇവർക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ വീടിന്റെ സൈഡ് കൂടിയാണ് പൊട്ടിപ്പോയത്. എന്നിട്ട് ആ ഇടിയിൽ നമ്മുടെ വീട് വരെ കുലുങ്ങിയിട്ടുണ്ടായി. എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താന്ന് പറയാ, ഞങ്ങൾ അവിടെ 20 സെന്റ് സ്ഥലവും കുഴപ്പമില്ലാത്തൊരു വീടുമായിരുന്നു ഞങ്ങളുടെ വീട്, പഴയ വീടാണെങ്കിലും. എന്നിട്ട് ഞങ്ങളോട് ഇപ്പൊ പറയുന്നത് നിങ്ങൾക്ക് ആ വീട് റെഡിയാക്കി തരാം, അവിടെ പോയി താമസിക്കാൻ. ഞങ്ങളുടെ കുട്ടികളുടെ ഫ്രണ്ട്സുകൾ മൊത്തം മരിച്ചതാണ്, അവരൊക്കെ ഈ മണ്ണിൽ കിടക്കുന്നവരുണ്ട്. എന്നിട്ട് ഈ ജോലിയുള്ള പുറത്ത് പഠിക്കുന്നതും ജോലിയുള്ള മക്കളാണ്. ഈ രാത്രി ഇവർ വരുന്നത് ആ വഴി കൂടിയാണ്. അപ്പോൾ നമ്മുടെ വീട് അവർ റെഡിയാക്കി തന്നിരിക്കട്ടെ. ഈ പറഞ്ഞവരും കൂടെ ഞങ്ങളുടെ കൂടെ ചെറിയൊരു വീട് വെച്ചിട്ട് അവിടെ നിൽക്കാൻ തയ്യാറാണോ എന്നെങ്കിൽ ഞങ്ങളുടെ വീട് റെഡിയാക്കി തന്നാൽ അവിടെ പോകും. എന്നിട്ട് ഞങ്ങളുടെ ഈ കുട്ടികൾ രാത്രിയൊക്കെ വരുന്ന വഴിയാണിത്. അപ്പൊ അവർക്ക് ടെൻഷൻ ഇല്ലേ? അല്ലെങ്കിൽ തന്നെ അവരൊക്കെ ഒന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. അവരൊക്കെ മാനസികമായിട്ട് ഫ്രണ്ട്സൊക്കെ പോയ ടെൻഷനിലൊക്കെ അവർ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പിന്നെ ഈ മണ്ണിൽ കൂടെ തന്നെ ഞങ്ങളുടെ മക്കൾ ചവിട്ടി വരുമ്പോൾ അവർ പിന്നെയും മാനസിക രോഗത്തിലേക്ക് മുന്നോട്ട് പോകാനും, അടുത്ത വെള്ളം വരുമ്പോൾ പൂച്ച കുട്ടികളെ കൊണ്ടു നടക്കും പോലെ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ സാധനങ്ങളും പെറുക്കി നടക്കണം. അടുത്ത ഇനി മഴ വരുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ, ക്യാമ്പിലേക്ക് പോയിക്കോ എന്ന് പറയും. അപ്പൊ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പെറുക്കി ക്യാമ്പിലേക്ക് പോകും. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടക്കലാണ് ഞങ്ങളുടെ വിധി. അപ്പൊ ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് വീട് തന്നിരിക്കണം. ഞങ്ങളുടെ വീട് ഡാമേജ് ആയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്താതിരിക്കരുത്. പിന്നെ ഞങ്ങളുടെ സ്ഥലത്തിന് കഴിഞ്ഞ വർഷം 80,000 രൂപ പറഞ്ഞ സ്ഥലമാണ്. അതിൽ അത്രയും നഷ്ടം ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾക്കൊരു വീട് തരണം, നിർബന്ധമായിട്ടും തരണം. ഞങ്ങളുടെ എച്ച് എസ് റോഡിൽ വീടുള്ള ഒരാളുടെ പ്രതികരണമാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ വീട് നഷ്ടപ്പെട്ടതാണോ, വീട് പോയിട്ടുള്ളതാണോ? ഞങ്ങള് വീട് പോയിട്ടുണ്ട്, എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ 7 മാസമായില്ലേ, അപ്പം ഒന്നും ആയിട്ടില്ല, സ്ഥലം ആയിട്ടില്ല, വീടായിട്ടില്ല. അപ്പം എൻ്റെ അഭിപ്രായം, എൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നത്, സർക്കാർ ഇങ്ങനെയൊക്കെ നീട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങളെ പ്രോപ്പർട്ടിയിൽ തന്നെ ഞങ്ങൾക്കൊരു വീട് വെച്ച് തരുന്നതാണ് ഇതിലും നല്ലത്. ഞങ്ങളെ നഷ്ടപ്പെട്ട ഞങ്ങളെ പ്രോപ്പർട്ടിയിൽ തന്നെ ഞങ്ങൾക്കൊരു വീട് വെച്ച് തരുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ വികസനം വരിക, പാലത്തിൻ്റെ കാര്യം വരിക, ഇതൊക്കെയാണ് ഇപ്പോൾ അവർക്ക് മുഖ്യം. ഞങ്ങൾക്കൊരു ഇരിക്കക്കൂര അല്ല. അപ്പോൾ അതുകൊണ്ട് ചൂരൽമലയിൽ വികസനം വരണം, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ ആ വികസനം വരുന്നതോടുകൂടി ഞങ്ങളിനി ബാക്കി കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, അവർക്കും ജീവിക്കണമല്ലോ. അതുപോലെ ഇനി ഞങ്ങളെ പോയവരും ഞങ്ങളെ പ്രോപ്പർട്ടിയിൽ തന്നെ സർക്കാർ ഒരു വീട് തരട്ടെ. ഇതിലും നല്ലത് അതാണെന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് കിണർ വെച്ച് തരട്ടെ, വീട് വെച്ച് തരട്ടെ, ഞങ്ങളിവിടെ കഴിഞ്ഞോളാം, പ്രശ്നമില്ല. പിന്നെ ജോൺ മത്തായി സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 50 വർഷം കഴിഞ്ഞിട്ട് ഇനി ഉരുൾപൊട്ടൽ ഉണ്ടാവുള്ളൂ എന്ന്. 50 വയസ്സ് വരെ ഒന്നും ഞങ്ങൾ ജീവിക്കൂല. അപ്പം ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഇരുന്നോളാം. ഇനി അഥവാ ഇനി ഞങ്ങൾ ഈ നാട്ടിൽ ഇരുന്നുകൊണ്ട് ഇനി ഒരു ഉരുൾപൊട്ടൽ വരികയാണെങ്കിലും ഞങ്ങൾ സഹിക്കാൻ തയ്യാറാ. ഞാനെന്ന് പറയുന്ന വ്യക്തിയൊക്കെ ചളിയിൽ നിന്ന് എണീച്ച് മരണത്തിനോട് മല്ലിട്ട് എണീച്ച് വന്ന ആളാ. അപ്പം അതുകൊണ്ട് ഇനി ഒരു ഉരുൾപൊട്ടൽ വന്നാലും ഞങ്ങളെ പൂർവികന്മാരെ കൂടെ പോകാനും തയ്യാറാ. അതുകൊണ്ട് ഞങ്ങളെ പ്രോപ്പർട്ടി തന്നെ തരട്ടെ. ഇങ്ങനെ ഇത് വലിച്ചു നീട്ടുന്നതിലും നല്ലത് ഞങ്ങളെ പ്രോപ്പർട്ടിയിൽ തന്നെ ഞങ്ങൾക്ക് വീട് വെച്ച് തരട്ടെ. സർക്കാരിന് പറ്റൂലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, ഞങ്ങൾക്കൊരു എമൗണ്ട് ഫിക്സ് ചെയ്ത് തരിക, ഞങ്ങൾ സെറ്റിലാവും. ഞങ്ങൾക്കറിയാലോ, ഞങ്ങളൊരു സ്ഥലം വാങ്ങി വീട് വെച്ച ആൾക്കാരാണ്, ഞങ്ങൾക്കറിയാം. പിന്നെ സർക്കാരിന് ഇത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് വർഷങ്ങൾ പിടിക്കും. ഇനി ഇത്രയും കാലം ഞങ്ങൾ വാടക നിൽക്കണ്ടേ. പിന്നെ ഒരു 9,000 തരുന്നുണ്ട്, അത് ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടും. എനിക്കൊന്നും 3-ാം ഗഡു ഇതുവരെ കയറിയിട്ടില്ല. എൻ്റെ വീടും സ്ഥാപനം ഇവിടെയാണ്. ഇപ്പം ഞാൻ പണിക്ക് വരണമെങ്കിൽ വണ്ടിക്കൂലി കൊടുത്ത് കൽപ്പറ്റന്ന് മേപ്പാടിക്ക് വരണം. എൻ്റെ വീട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റിൽ കടയാണ്. അപ്പം റോഡ് മുറിച്ച് കിടന്നാൽ കടയിലെത്തിയിരുന്നു. ഇപ്പം എനിക്ക് ബസ്സിന് വന്ന് വേണം ജോലി ചെയ്യാം.
അപ്പം നമുക്ക് ബുദ്ധിമുട്ടാണ്. സർക്കാർ വേഗം ഞങ്ങളെ സെറ്റിലാക്കാൻ ഏറ്റവും ഓരോ ടൗൺഷിപ്പ് ഞങ്ങൾക്ക് ആവശ്യമല്ല. ടൗൺഷിപ്പ് മടുത്തു. ഞങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്തു. എന്തെങ്കിലും തീരുമാനമുണ്ട്. ഞങ്ങളിവിടെ ആന വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ദിവസം ഒന്നരാടം ആന വന്നിട്ട് വീടൊക്കെ ചവിട്ടി പൊളിക്കണേ. ഞങ്ങൾ ചുള്ളിമണത്തന്നെ യാതൊരു പാകമില്ല ഇവിടെ വന്നിട്ട്. അത് മാത്രമല്ല ജീവിക്കാൻ ഒരു പാകമില്ല. ഈ 9,000 തരാന്ന് പറഞ്ഞിട്ട് അതും ഇല്ല. അതാകെ 3 മാസം കൊടുത്തിട്ട് അതും നിർത്തി. ഈ സർക്കാർ ഈ 9,000-നുള്ള സംവിധാനം എങ്ങനെയും ചെയ്തത്. പണിക്ക് പോകാൻ ആർക്കും ഒരു പണിയുമില്ല, ഇവിടെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് സർക്കാർ ഇതിനൊരു 9,000-ൻ്റെ തീരുമാനം ഉടനെ എടുത്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ പോയ ഒരു 1,300 1,400 വീടുണ്ട്. അവർക്കൊക്കെ വീട് കൊടുത്താലേ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇനിയിപ്പോൾ ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ കാടും പൊന്തയാവും. അതിലേറെ ആനശല്യം മൃഗശല്യം കൂടും. പിന്നെ ബാക്കിയുള്ള ഇവർ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇത് ഞങ്ങൾ എന്താക്കും, റിസോർട്ടുകാരെ വാണ്ടി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുണ്ടക്കൈ ഭാഗത്തിന് കറണ്ട് കൊടുക്കാൻ അവർ തീരുമാനിച്ചത്. ഈ 35 കോടി പാലത്തിന് പാസ്സാക്കി. ഈ പാലത്തിന് പാസ്സാക്കിയിട്ട് എന്താ കാര്യം? ഇവരെ കൊണ്ടുപോയിട്ട് എവിടെയും സുരക്ഷിതമായ സ്ഥലം കൊടുത്ത് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ പാലം കീലം. മുണ്ടക്കൈയിൽ ആരുമില്ല. ഈ പാലം ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഈ റിസോർട്ടുകാർക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വേറെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നല്ല. ഇപ്പോൾ ഈ പാലം ജനങ്ങൾ അവിടെ താമസിക്കാൻ തയ്യാറില്ല. കാരണം മൃഗശല്യം കൊണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ആദിവാസി ചെക്കനെ ആന ചവിട്ടിക്കൊന്നു. കാരണം അവൻ വീട്ടിൽ സാധനം വാങ്ങിയിട്ട് പോകണ. ദുരന്തബാധിതർ സമരവഴിയിലാണ്. കുടിൽകെട്ടിയും കഞ്ഞിവെച്ചും സമരമാണ് അവിടെ. മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടൽ ദുരന്തമുണ്ടായി. മാസം 7ആയിട്ടും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെയാണ് ദുരന്തബാധിതർ ഇപ്പോൾ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങുന്നത്. ഇത് അങ്ങേയറ്റം സങ്കടകരമായ വേദനാജനകമായ കാഴ്ചയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. വീടും നാടും ആൾക്കാരും ബന്ധുക്കളും അച്ഛനമ്മമാരെയും ഭാര്യമാരെയും മക്കളെയും ഒക്കെ നഷ്ടപ്പെട്ട അനാഥത്വങ്ങളുടെ വലിയ മനുഷ്യവേദനയുടെ പരമാവധി വേദന താങ്ങിയ മനുഷ്യരാണ്. ആ മനുഷ്യർ എന്തടിസ്ഥാനത്തിലാണെങ്കിൽ കൂടിയും അവർ സമരത്തിലേക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങേണ്ടി വരിക എന്ന് പറയുന്നത് കേരളത്തിന് നാണക്കേടാണ് എന്നതിന് ഉറപ്പായും പറയാം.